ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ഓട്സ് ബനാന ബ്രെഡ് അല്ലെങ്കിൽ ഓട്സ് ബനാന കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരണം. ഇനി ഇതുപോലെ ഞാൻ ബ്രെഡൊക്കെ ബേക്ക് ചെയ്യുന്ന ലോഫ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഓട്സ് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു വിസ്ക് എടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പൊ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തൊലി കറുത്ത 3 പഴം എടുക്കാം. ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 3 പഴം എടുത്തേക്കുന്നത്. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ 2 പഴം എടുത്താലും മതിയാവും. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഞാൻ അത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇങ്ങനെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ടയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ബീറ്റർ വെച്ച് ഒരു 30 സെക്കൻഡ് ഫസ്റ്റ് മോഡിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഏറ്റവും ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ലോ സ്പീഡിൽ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 30 സെക്കൻഡ് വരെ ബീറ്റ് ചെയ്താൽ മതിയാവും. ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഏത് വേണേലും ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതുകൂടെ ചേർത്ത് വീണ്ടും ലോ സ്പീഡിലിട്ട് ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് അല്ലെങ്കിൽ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പഴത്തിന്റെ കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേക്കിന്. ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കേക്കിന് ഒരു മീഡിയം മധുരം മാത്രമേ വരുള്ളൂ. നമ്മൾ വൈറ്റ് ഷുഗർ ഒക്കെ ചേർക്കുന്ന ടേസ്റ്റിന് അത്രയും കേക്കിന്റെ മധുരം വരില്ല. അപ്പോൾ മധുരത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം. അല്ല ബ്രൗൺ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അധികം കാലറീസ് ആഡ് ആവുകയില്ല. അപ്പോൾ ഒരു പീസൊക്കെ ചെറുതായിട്ട് കഴിക്കുന്നത് തരക്കേടില്ല. ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് ആണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് വിസ്ക് കൊണ്ട് പയ്യെ ഒന്ന് കുത്തിയൊന്നും ഇളക്കാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആദ്യം തന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത്. കുറച്ചായിട്ട് ഇട്ട് വേണം വിസ്ക് കൊണ്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതൊരു 3 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുത്തത്. ലാസ്റ്റിലത്തെ ബാച്ചും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായി വിസ്ക് കൊണ്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാറ്റില കൊണ്ട് സൈഡിലുള്ളതെല്ലാം ഒന്ന് നടുക്കേക്കാക്കി ഒന്ന് കട്ടും ഫോൾഡും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് പറയുക. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി എടുത്തു വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഞാൻ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് എയർ ബബിൾസ് ഒന്നും കുടുങ്ങാതിരിക്കാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വാൾനട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സ് ആണോ ഇഷ്ടമുള്ളത് അത് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ചു കൊടുക്കാം. $180°C 35 to 40 minutes ആണ് ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഓരോ ഓവൻ അനുസരിച്ചും ട്രേയുടെ സൈസ് അനുസരിച്ചും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അത് നോക്കിയിട്ട് കുത്തിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കേക്കെല്ലാം കറക്റ്റായിട്ട് പൊങ്ങി കറക്റ്റ് ഒരു 40 minutes ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. കേക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂവർ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കണം. അപ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് കുക്കായെന്ന് തന്നെയാണ് അർത്ഥം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടാണ് കേക്കുള്ളത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. ഞാനിത് ഡേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.